കർണാടകയിലെ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട വിഷയം കർണാടകയേക്കാൾ കൂടുതൽ ചർച്ചയായത് ഇന്ന് കേരളത്തിലാണ്. പലരും ഇടപെടുന്നു, പല മാധ്യമങ്ങളും അങ്ങോട്ടെത്തുന്നു, ചർച്ച ചെയ്യുന്നു. അവസാനം വൻ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. വാദി തന്നെ പ്രതിയായിരിക്കുകയാണ്. അല്ല, ധർമ്മസ്ഥലമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാനത് ഇത്രയും കാലം ഉണ്ടായിരുന്നതാണ്. കാരണം അതിലൊരു വ്യക്തത വരേണ്ടത് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഞാൻ അതിനെ കാണുന്നത് രണ്ട് രീതിയിലാണ്. രണ്ട് തലങ്ങളുണ്ട്, രണ്ട് കോൺട്രഡിക്ടറിയാണ്. എൻ്റെ ഉള്ളിൽ തന്നെ അതിൽ കോൺഫ്ലിക്റ്റ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളെയും മോശമാക്കി ചിത്രീകരിക്കുക എന്നുള്ളത് ഒരു അജണ്ടയുണ്ട്. ഇത് കൊളോണിയൽ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ചതാണ്. ആ അജണ്ട വളരെ സക്സസ്ഫുള്ളായി ഹിന്ദുക്കളുടെയുള്ള ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ട് പല മേഖലകളും കൺവേർഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കൺവേർഷൻ നടത്തുന്നത് ഒന്ന്, ആളുകൾ ദാരിദ്ര്യം മുതലെടുക്കണം. രണ്ടാമത്തത് അവരാരാധിക്കുന്ന ക്ഷേത്രങ്ങളാണെങ്കിലും മൂർത്തികളാണെങ്കിലും അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യണം, മോശമായി ചിത്രീകരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം നടന്നാലേ നടക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം മനസ്സിലുള്ളത് കൊണ്ടാണ് ഈ വിഷയം വന്നപ്പോൾ ഞാൻ അതിൽ പ്രതികരിക്കുകയായിരുന്നു. കാരണം ഞാൻ പലപ്പോഴും അത് എൻ്റെ വിഷയമല്ലാതെ എടുക്കുന്നതാണ്. കാരണം എത്ര ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് എൻ്റെ ഉള്ളിലുണ്ടാവും, ഞാനത് പ്രതികരിക്കാറില്ല. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്തരം പല മതസ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, അത് ജാതി മതമൊന്നുമില്ല, ഇവിടെ ചില ധ്യാന കേന്ദ്രങ്ങളായിട്ട് ബന്ധപ്പെട്ടു, ചില തീർത്ഥാടന കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു, എല്ലാം തന്നെ ഇങ്ങനെ ചില ദുരൂഹ മരണങ്ങൾ, ആശ്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു കേട്ടിട്ടുണ്ട്. ഒരു മരണം, രണ്ട് മരണമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ദുരൂഹമായിട്ടുള്ള ഡിസപ്പിയറൻസ്, കാണാതായിപ്പോയി. അതുപോലെ തന്നെ ആത്മഹത്യകൾ, അതത്ര കൂളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം അതിൻ്റെ പിന്നിൽ കളിക്കുന്ന എന്തോ ഒരു ഘടകമുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പം ഞാൻ പറഞ്ഞത് പുരാതനമായിട്ടുള്ള പാരമ്പര്യമുള്ള ഇപ്പം ഹിമാലയത്തിലൊക്കെ ഒരുപാട് ആശ്രമങ്ങളുണ്ട്. അവർക്കൊന്നും പുറത്ത് ഫണ്ട് വരുന്നില്ല, അവർ കൊടുത്താൽ മേടിക്കില്ല, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവരവിടുത്തെ കൃഷി ചെയ്ത് അതിൻ്റെ ഇതുകൊണ്ട് ജീവിക്കുകയും പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത ആ പഴയ ഏൻഷ്യൻ്റ് നോളജ് അതിങ്ങനെ ഒരു തലമുറ നിന്ന് മറ്റു തലമുറ കൈമാറിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. സന്യാസിമാരും സിദ്ധന്മാരുമാണ്. അങ്ങനെ സന്യാസിമാരുണ്ട്. അപ്പോൾ അത്ര ആശ്രമങ്ങളും നമ്മൾ ഇത്ര വിഷയം കേട്ടിട്ടില്ല. കേൾക്കുന്ന മൊത്തം നമ്മൾ അടുത്ത കാലത്ത് ഉണ്ടായി വന്നിട്ടുള്ള ചില ആശ്രമങ്ങൾ, അതുപോലെ ചില പ്രത്യേക ക്ഷേത്രങ്ങൾ, ചില പ്രത്യേക മറ്റ് ധ്യാന കേന്ദ്രങ്ങൾ, ഇതൊക്കെ ബന്ധപ്പെട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ കാരണം ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എവിടെയോ ഒരു മാഫിയ ഉണ്ടായിരിക്കാം, ഒരു സൈക്കോ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും താല്പര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ വന്നാൽ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് അതാത് മതത്തിലെ വിശ്വാസികൾ തന്നെയാണ്. ഇതിന് പലപ്പോഴും അതാണ് ഈ കർണാടകയേക്കാൾ ചർച്ചയായത് ഇങ്ങ് കേരളത്തിലാണ്. അതെന്തുകൊണ്ടായിരിക്കും? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പേ അതാത് മതത്തിലെ വിശ്വാസികൾ തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത്. നീ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഹിന്ദു മതത്തെ ക്രിസ്തു മതത്തെ മോശമായി പറയേണ്ട ഒരു കാര്യം ഞാൻ അതിൽ പങ്കെടുക്കാറില്ല. എൻ്റെ മതത്തെ വിമർശിക്കേണ്ട ചർച്ചകളാണ് ഞാൻ അതിൽ പങ്കെടുക്കും. കാരണം എനിക്കതിന് അവകാശമുണ്ട്. ഞാൻ ആ മതത്തെ വിശ്വസിക്കുന്നതാണ്, അത് ജനിച്ച ആളാണ്. ആ മതമായിട്ട് ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ്, സൂചകങ്ങൾ സ്വയം എൻ്റെ പേരിലുണ്ട്, എൻ്റെ പെരുമാറ്റത്തിലും എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്കതിനുള്ള റൈറ്റുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് ഹിന്ദുമതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്ഷേത്രങ്ങളിലോ അല്ല ആശ്രമങ്ങളിലോ എല്ലാം തന്നെ ഇത്തരം ചില വിഷയങ്ങളുണ്ടാവും. വിമർശനമായിട്ട് ആദ്യം വീഴുന്നത് മറ്റു മതത്തിൽപ്പെട്ട ആളുകളാണ്, അല്ലെങ്കിൽ യുക്തിവാദികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഈ ഹിന്ദുമതത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു പ്രൊട്ടക്ഷൻ മോഡിലേക്ക് അങ്ങ് പോകും. അപ്പം എങ്ങനെ അതിനെ റെസിസ്റ്റ് ചെയ്യുക, നമ്മളെ മതത്തെ പ്രൊട്ടക്ട് ചെയ്യുക, നമ്മളെ മതത്തിനെതിരുള്ള ഒരു അക്രമമാണ് എന്ന രീതിയിലേക്ക് അവർ പോകും, ഇൻക്ലൂഡിങ് RSS. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുള്ള പല വിഷയങ്ങളിലും പ്രോപ്പറായിട്ടുള്ള അന്വേഷണം നടന്നിട്ടില്ല. സത്യത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്ന ആ മതങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഭീഷണി. അപ്പോൾ അതൊരു വിഷയമാണ്. അപ്പോൾ ഇത് ഉന്നയിക്കേണ്ടത് അതാത് മതങ്ങളിലുള്ള ആളാണ്. അപ്പം ഇന്ത്യയിലെ നവോത്ഥാനം തുടക്കം കുറിച്ച് ആധുനിക ഇന്ത്യൻ എന്ന് ആദ്യം എന്ന് പറയപ്പെടുന്ന രണ്ടുപേരാണ്. അതിൽ ശരിക്കും രാജാ റാം റോയാണ് ഫസ്റ്റ് മോഡേൺ മാൻ ഓഫ് ഇന്ത്യ. പിന്നെ വിവേകാനന്ദൻ എന്ന് ചിലർ പറയാറുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ രാജാ റാം റോയ് തന്നെ ഒരു ജനറേഷൻ അദ്ദേഹം മുന്നിലാണ്. അപ്പം അവരെല്ലാം തന്നെ അദ്ദേഹം ചെയ്ത് ഇസ്ലാമിനെ അല്ലെങ്കിൽ ഹിന്ദു മതത്തെ ക്രിട്ടിസൈസ് ചെയ്യല്ല, ഇസ്ലാമിനെ ക്രിസ്ത്യാനിറ്റിയെ ക്രിട്ടിസൈസ് ചെയ്യില്ല. അദ്ദേഹം ഹിന്ദു മതത്തെയാണ് ക്രിട്ടിസൈസ് ചെയ്തത്. അദ്ദേഹം ഹൈ കാസ്റ്റ് ഹിന്ദു ആയിരുന്നു. പക്ഷെ അത് യൂറോപ്യൻ ആശയങ്ങളുടെ സ്വാധീനമൊക്കെ അദ്ദേഹത്തിലുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം മരിക്കുന്നവരെ അദ്ദേഹം പൂണൂൽ ഉപേക്ഷിച്ചിട്ടില്ല. ഇവിടെ പലരും പൂണൂൽ ഉപേക്ഷിക്കുക എന്നുള്ളതാണല്ലോ അദ്ദേഹം പൂണൂൽ ഉപേക്ഷിച്ചിരുന്നില്ല.
അപ്പൊ അങ്ങനെ ഒരു മൂവ്മെന്റ് വരുന്ന പലപ്പോഴും തടസ്സം ഈ പറയുന്ന മറ്റു മതത്തിൽപ്പെട്ട ആളുകളോ യുക്തിവാദികളോ ഒക്കെ ഇതിലേക്ക് ഇടപെടുന്നതാണ്. അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ തന്നെ വരും ഇതിനെതിരെയുള്ള മൂവ്മെന്റ്. ഇത്തരം ചില സംഭവങ്ങൾ എല്ലാവരും വിശുദ്ധ പശുക്കളൊന്നുമല്ല. അപ്പൊ ഇത് കേരളത്തിൽ എന്തുകൊണ്ട് കൂടെ ചർച്ച ചെയ്യപ്പെടുക അവിടെയൊക്കെ എന്ന് വെച്ചാൽ ഈ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ മതസ്ഥാപനങ്ങളോടൊക്കെ ഇപ്പോഴും ഒരു ബഹുമാനമൊക്കെ ഉണ്ട്. അതൊരു ഫ്യൂഡൽ സൊസൈറ്റിയാണ്. നമ്മളീ പറയുന്ന പോലെ ആധുനികത അതിന്റെ പൂർണ്ണ രൂപത്തിൽ അവിടെ ഗ്രാമങ്ങളൊക്കെ ഒന്നും ചിന്തിച്ചില്ല. ആളുകൾ ചിന്തയെ സാധിച്ചിട്ടില്ല. ആളുകൾ പോയി അവിടെ ജാതിയുടെ മതത്തിന്റെയൊക്കെ തന്നെ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് കേരളത്തിന് പുറത്ത്. ഈ കേരളത്തിൽ തമിഴ്നാട്ടിലാണ് കമ്മ്യൂണിസവും ദ്രവീഡിയനിസവും വന്നിട്ട് നിലവിലുള്ള സിസ്റ്റത്തെ മൊത്തം ഇളക്കി മറക്കി അതിന് ചോദ്യം ചെയ്യുന്ന ഒരു ഫാഷനാക്കി മാറ്റി. അപ്പൊ അതുകൊണ്ടാണ് കേരളത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. പിന്നെ രണ്ടാമത്തെ അവിടെയുള്ള മീഡിയ നിങ്ങൾ എടുത്തു നോക്കിയ മഹാഭൂരിപക്ഷവും ഇതിലൊക്കെ വിശ്വാസമുള്ള ആളുകളുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ഇവിടെ മീഡിയ അങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ മനോരമ മാതൃഭൂമിയൊക്കെ വിശ്വാസികളാണ് നടത്തിപ്പിക്കാരെങ്കിൽ പോലും അതിന്റെ പൊതു സ്വഭാവം നമ്മൾ എടുത്തു നോക്കും. മനോരമ കുറച്ചും കൂടെ ഒന്ന് ഗവനിക്കും. മാതൃഭൂമി അല്ലെങ്കിൽ കേരള കൗമുദി പോലുള്ള പത്രങ്ങൾ അങ്ങനെ ഒരു പരിഗണന ഒന്നും കൊടുക്കാറില്ല. അവർക്ക് ഒന്ന് ഇപ്പം ഏഷ്യാനെറ്റ് എടുത്തു നോക്കും. ഏഷ്യാനെറ്റ് ആർക്കും ഒരു പരിഗണന കൊടുക്കും. രാജീവ് ചന്ദ്രശേഖരനെ അങ്ങനെ വിമർശിക്കും. അതാണ് അത് രീതി. അപ്പം അങ്ങനെ ഒരു സംസ്കാരം ഇവിടെ ഉണ്ട്, അല്ല ഇംഗ്ലണ്ടിലൊക്കെ ഉള്ള പോലെ. അതുകൊണ്ടാണ് അത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ സ്വന്തം അജണ്ടകൾ തിരികെ കയറ്റുന്ന ഇപ്പൊ കേരളത്തിൽ നിന്ന് മനാഫ് അടക്കമുള്ളവർ മനാഫിന് അവിടെ എന്താ പണിയെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. 5 മാസമായി പണിയെടുക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടുത്തെ സാധാരണ മനാഫ് ഞാൻ മനസ്സിലാക്കിയത് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നത്, പബ്ലിസിറ്റി ക്രേസി ആയിട്ടുള്ള മനുഷ്യനാണ്. മനസ്സിലായി? ലോറി ഉടമസ്ഥൻ മനാഫ്. ഞാൻ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ നമ്മളെ ഭാഗത്ത് എങ്ങനെ ഇടപെടാൻ കഴിഞ്ഞു? ഇത്രയും വലിയൊരു സംഭവത്തിൽ എങ്ങനെ ഇടപെടാൻ നിങ്ങൾ മീഡിയക്ക് ആള് വേണ്ട ചർച്ച ചെയ്യാൻ. അപ്പൊ നോക്കുമ്പോ മനാഫ് ഓൾറെഡി ഒരു സെലിബ്രിറ്റിയാണ്. അല്ല, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അല്ല, അദ്ദേഹം കച്ചവടക്കാരനല്ല, അവിടെയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ട്. എന്റെ കോളേജ് കാലത്തൊക്കെ പല സ്ഥലങ്ങളും ഉത്തരേന്ത്യയൊക്കെ നമുക്കറിയാം. അവിടെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏതാണ്ട് സംസാരിക്കാൻ പറ്റും. അപ്പൊ ഞാൻ അവിടെ പലപ്പോഴും ചർച്ചകൾ നിങ്ങൾ എന്റെ ഫക്രുദ്ദീനെ പറ്റി പറയാമെന്ന് ജയന്യുക്കാരെന്ന്. അതുകൊണ്ട് ഞാൻ അവിടെ ഉള്ളതുകൊണ്ട് അത് എൻ്റെ ഒരു ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ട് മാറും. അതുപോലെ ഈ അതാ നാട്ടിലുണ്ടാവും കച്ചവടക്കാൻ തന്നെ. അപ്പൊ അതുകൊണ്ട് കിട്ടിയ ഒരാളെ ഈ നിങ്ങൾ ഇടത് നിരീക്ഷകർ അതാണ് സാറ് പറയുന്നത് ശരിയാകുന്നത്. ഈ മനാഫ് അനാവശ്യമായ ഒരു വിഷയത്തിൽ ഇടപെടുന്നു. ഈ കേരളത്തിൽ തന്നെ 100 കണക്കിന് പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ കർണാടകയിൽ പോയി ഇദ്ദേഹം സംസാരിക്കുമ്പോഴാണ് ഇത് പലർക്കും ബുദ്ധിമുട്ടായി മാറുന്നത്. അല്ല, അതെനിക്ക് തോന്നുന്ന ഇത്രയാണ്. മനാഫ് അതിൽ കർണാടക അല്ലാതെ കർണാടക മനാഫിന് നല്ല രാശിയുള്ള മണ്ണാണ്. കർണാടകയാണല്ലോ മനാഫിനെ ഈ സെലിബ്രിറ്റി ആക്കിയത്. അപ്പോൾ അവിടെയുള്ള അടുത്തൊരു വിഷയം വന്നതെന്ന് മനാഫ് അങ്ങോട്ട് അവിടുത്തെ മീഡിയ ആയിട്ട് മനാഫിന് വന്നിട്ട് ഇവിടുത്തെ മീഡിയ ആയിട്ട് വന്നിട്ട് അപ്പം മനാഫ് അതിൻ്റെ ഇടയ്ക്ക് ഒന്നും കൂടി മനാഫിന് ആളുകൾ മറന്നതാണെന്നല്ലോ ലോറിക്കാരൻ മനാഫ്, ലോറി ഉടമസ്ഥൻ മനാഫ്, യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ. ഇപ്പം അത് രണ്ടാമത് മനാഫിനെ പറ്റി നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അദ്ദേഹം ഒരു പബ്ലിസിറ്റി ക്രേസ് ഉള്ള മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങളെ മതം പറയുന്നത് ഒരു കൈ കൊണ്ട് കൊടുക്കുക മറ്റേ കൈ അറിയാൻ പാടില്ല എന്നാണ്. മൂപ്പര് ഒരുപാട് ദാനമൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അവൻ്റെ വാക്കുകൾ വന്നു. പക്ഷെ അതൊരിക്കലും മറ്റുള്ളവർ അറിയാൻ വേണ്ടി ചെയ്യരുത്. അങ്ങനെ ചില വർഷം മനാഫിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം മനാഫിൻ്റെ കാര്യം അങ്ങനെ എനിക്ക് തോന്നും. പിന്നെ അവിടെയാണ് ഞാൻ പറയുന്നത്, ഞാൻ ഈ വിഷയത്തിൽ പൊതുവെ അധികം ഇടപെടാതെ നിന്നുകൊണ്ടാണ്. അതായത് ഇതിലൊരു കൺവേർഷൻ മാഫിയയുടെ കളി ഉണ്ടെങ്കിൽ നമ്മളതിനെ അംഗീകരിക്കേണ്ട, അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. പക്ഷേ അവിടെയുള്ള കുറെ ദുരൂഹമായ ഡിസപ്പിയറൻസസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ എനിക്ക് തോന്നുന്നു അവിടെ RSSന്റെ തന്നെ ചില പിന്നെ പ്രവർത്തകരൊക്കെ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അവിടെ ചില തുടക്കം നാം ശ്രദ്ധിച്ചറിയാം, എല്ലാവരും ഒരു മൗനത്തിലായിരുന്നു അല്ലേ തുടക്കത്തിൽ. അല്ലെ, എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ. ഇത് ഒന്നാമത്തെ വെച്ചാൽ ഇപ്പം നമ്മൾ അതിന്റെ ഉടമസ്ഥരാര് എന്നുള്ളതല്ല, ഒരു ഏൻഷ്യന്റ് ഒരു പഴയ ക്ഷേത്രമാണത്, പഴയ ഇന്ത്യൻ ട്രഡീഷന്റെ ഭാഗമാണ്. അപ്പം പ്രതികരിക്കുമ്പോൾ നമ്മൾ നോക്കണം എന്താണ് ഇതിന്റെ കാരണം എന്ന് മനസ്സിലാവണ്ടേ. എന്താണ് അവിടെ വിഷയങ്ങളുണ്ട്. നമ്മളൊരിക്കലും നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ ഒരു എന്താണ് പറയുക, ഒരു ഇന്റഗ്രിറ്റി ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടേതായ കാര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അതിലുള്ള തിന്മകളെ തോന്നുന്നു കാണിക്കുക. അത് ബാഹുബലി യുദ്ധം ചെയ്യുന്ന പോലെ, അല്ലാതെ ബല്ലാലദേവൻ യുദ്ധം ചെയ്യുന്നത് നമ്മളെ ആളുകളെ കൊന്നിട്ട് യുദ്ധം ചെയ്യിക്കലല്ല വേണ്ടത്. അതുകൊണ്ടാണ് പലരും ഉണ്ടാവുന്നത്. എന്താണ് അവിടെ ക്ലാരിറ്റി വേണം. ഇയാൾ പറഞ്ഞ സ്ഥലത്ത് കുഴിക്കട്ടെ, ശരീരം കിട്ടും നോക്കട്ടെ, DNA സാമ്പിളുകൾ ഒത്തു വരുന്നുണ്ടോ നോക്കട്ടെ, എന്നിട്ടൊക്കെ ചെയ്യാൻ നമുക്ക് ചാടിക്കട്ടി. നമ്മളൊരു ദിവസം കൊണ്ട് ഇപ്പോൾ അശ്വന്ത് കോക്കിനെ പോലെ നമ്മൾ ചിന്തിക്കണം. അശ്വന്ത് കോക്കിനെ ഞാൻ മൂപ്പര് ഒരു ദിവസം ഒരു സിനിമയെ പറ്റി റിവ്യൂ വന്നിട്ടില്ലെങ്കിൽ, സിനിമ വാങ്ങി അടുത്ത ദിവസം തന്നെ റിവ്യൂ വന്നിട്ടില്ലെങ്കിൽ ആകാശം പൊട്ടി താഴെ വീഴുന്നതാണ്. നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ പല സിനിമകളും പൊട്ടുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെ അഭിപ്രായം വരുമ്പോൾ എനിക്ക് കാണണമെന്ന് വിചാരിച്ചിട്ടൊന്നും കാണാൻ പോകില്ല. അതാണ് എൻ്റെ ഒരു വലിയൊരു പ്രശ്നം. ഞാൻ പറഞ്ഞത് ആ രീതിയിൽ പ്രതികരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷെ ആ പ്രശ്നങ്ങളെ ഭീകരമായ തരത്തിലേക്ക് കൊണ്ടുപോയിട്ട്
അപ്പൊ ഈ അൽ ജസീറയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു ഹിന്ദു മതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് പറയുക ദുർമന്ത്രവാദം പോലെയൊക്കെയാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ ഒരു നെഗറ്റീവ് ഓൾറെഡി പുറത്തുണ്ട്, ഹിന്ദുമതത്തെ അങ്ങനെ അതിനെ സഹായിക്കുന്ന രീതിയിലാണ്. അപ്പൊ ഇത് ഒരു കോംപ്ലിക്കേറ്റഡ് വിഷയമാണ്. അവിടെയുള്ള പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടണം, അതേസമയം തന്നെ ഈ സിസ്റ്റത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്തുള്ള പിന്നെ പ്രവർത്തനത്തെ തുറന്നു കാണിക്കുന്നു. അത് പ്രോപ്പർ അന്വേഷണം വേണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.